ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ ഈ വനങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ വലിയ അരക്ഷിതത്വം ഉണ്ടാകുമ്പോൾ അവർ സിസ്റ്റത്തിനെതിരാവും. സ്വാഭാവികമായിട്ട് സിസ്റ്റത്തിനെതിരാകുമ്പോഴത്തേക്കും ആ സിസ്റ്റത്തിനെതിരാകുന്ന വികാരത്തെ ഉപയോഗിച്ചുകൊണ്ട് ചില ആളുകൾ ശക്തിപ്പെടാൻ ശ്രമിക്കും. അത് ഏത് വിഭാഗമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ രീതിയിലുള്ള എന്താ പറയുക സമ്മർദ്ദങ്ങളിലേക്ക് സംസ്ഥാനം പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനപ്രതിനിധിയുടെ രോഷം നമ്മൾ അവിടെ കണ്ടത്. ചില വാക്കുകൾ അയാൾ ഉപയോഗിച്ചിട്ടുണ്ടാകും. അതൊക്കെ ആ ജനകീയ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് വികാരത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു വാക്കാണ്. പക്ഷേ പ്രശ്നം അതല്ലെന്നേ. അവിടെ കയറിയിട്ട് ഉദ്യോഗസ്ഥരെ ചീത്ത പറഞ്ഞു, അവരവിടെ എന്താ പറയുക ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോൾ അടിസ്ഥാന പ്രശ്നത്തിൽ നിന്നാണ് മാറിപ്പോകുന്നത്. അടിസ്ഥാന പ്രശ്നം എന്താ? അവിടെ ആളുകൾക്ക് ജീവിക്കാൻ നിർത്തിയില്ല, അവർക്ക് സുരക്ഷിതമായി കഴിയാൻ കഴിയുന്നില്ല, അവരുടെ കുട്ടികൾ പുറത്തേക്ക് പോയാൽ തിരിച്ച് ജീവനോടെ മടങ്ങി വരുമെന്ന് അവർക്ക് വിചാരിക്കാൻ കഴിയുന്നില്ല, ഭർത്താക്കന്മാർ ജോലിക്ക് പോയാൽ അവർ തിരിച്ച് ജീവനോടെ വരുമോ ഇല്ലെന്ന് അറിയാതെ പേടിച്ചിരിക്കുന്ന ഭാര്യമാർ. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ് കേരളത്തിൽ ഈ വനമേഖലയിലെ കുടുംബങ്ങളിലുള്ളത്. നിരന്തരം നമ്മളിത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വനം മന്ത്രിയുണ്ട്, ഭൂലോക പരാജയം. ഒരു വനം വകുപ്പുണ്ട്, ഒരു മുൻകരുതലും എടുക്കത്തില്ല. ഇത് സംഭവം കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്നിട്ട് വലിയ മയക്കുവെടി, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബഹളങ്ങൾ കാണിക്കുക എന്നുള്ളതല്ലാതെ നിരന്തരം ഈ കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് വനം വകുപ്പിനെ നമുക്ക് അങ്ങോട്ട് മാറ്റിവെക്കാം. ഈ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടാണ് ഈ കാര്യത്തിനകത്ത്. സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രി ഈ കാര്യത്തിനകത്തൊരു നിലപാട് പറയണം. കാരണം എന്താ വെച്ചാൽ ഈ സംസ്ഥാനത്ത് മനുഷ്യർ 1.5 കോടിയോളം മനുഷ്യർ ജീവൻ പണയപ്പെടുത്തി വനമേഖലയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നു. ആ മേഖലയുടെ സുരക്ഷിതത്വത്തിനായി എന്ത് ചെയ്യാനാണ് സർക്കാരിൻ്റെ പദ്ധതി എന്ന കാര്യം പറയണം.